ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും പറമ്പിക്കുളം ടൈഗർ റിസർവിൽ പോയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ പറമ്പിക്കുളത്തേക്കുള്ള നമ്മളുടെ ആ ഫോറസ്റ്റിലൂടെയുള്ള അതിമനോഹരമായ യാത്രയാണ്. പറമ്പിക്കുളത്ത് നമുക്ക് ഫോറസ്റ്റാണ്. അതിന് നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു അണ്ണാമലൈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്തി. അവിടെ വനത്തിലൂടെയുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് മൃഗങ്ങളെ കണ്ട് നമ്മൾ മൈസൂർ ഗൂഡല്ലൂരൊക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല മൃഗങ്ങളെയും കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും എല്ലാവരും ഇത് പ്ലാൻ ചെയ്യാറ് തലേന്ന് അവിടെ പോയി നിന്ന് അവിടുത്തെ നമ്മളുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയി നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്ത് അവിടെ ഒരു ദിവസത്തെ സ്റ്റേ ചെയ്ത് പിന്നെ അതിരാവിലെയുള്ള ഫോറസ്റ്റിലൂടെയുള്ള ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു യാത്രയാണ് നമുക്ക് ഉള്ളത് അവിടെ. പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ബുക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും യാത്ര തീരുമാനിച്ചുകൊണ്ട് പോവുകയും അണ്ണാമലൈ ചെക്ക് പോസ്റ്റിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസം ചെയ്ത് അതിരാവിലെ ഞങ്ങൾ ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര തുടർന്നു. അങ്ങനെ അതിരാവിലെ ഞങ്ങൾ ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര തുടങ്ങി. ഇതുപോലെ ഞങ്ങൾക്കും കുറച്ച് ആനകളെയും മാന്, കാട്ടുപോത്ത് എന്നിങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഞങ്ങൾക്കും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ വാഹനത്തിലാണ് സാധാരണ യാത്ര പോവാറ്. അപ്പോൾ ടൂറിസ്റ്റുകൾ മാക്സിമം 10-15 ആളുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വാഹനത്തിലുള്ള ഒരു യാത്രയാണ് സാധാരണ ഉണ്ടാവാറ്. വാഹനത്തിലേക്ക് ഏകദേശം 10-16 ആളുകൾ വേണം. അങ്ങനെ ആളുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൽ ഒരു ഗൈഡിനെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വാഹനത്തിനുള്ളൊരു ഫീസും അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ആ ഫോറസ്റ്റിലൂടെ ഏകദേശം 60 കിലോമീറ്റർ പോയി നമ്മളുടെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളും അവിടുത്തെ ഡാം അങ്ങനെയുള്ള പല കാഴ്ചകളും നമുക്ക് അവിടെ കാണാനുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കൂടെ ഒരു ഗൈഡ് പോന്ന് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ തന്നെ യാത്ര തിരിച്ചു. അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ഈ കാടിലൂടെ ഏകദേശം 60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ മനോഹരമായ ഏകദേശം 27-28 വർഷം പഴക്കമുള്ളൊരു വലിയ തേക്ക് കാണാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം, ഈ വീഡിയോയിൽ കാണുന്ന ഈ വെള്ളമൊക്കെ ആ ഡാമിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞു ഇവിടെ കുറച്ച് 1 മാസം മുമ്പൊക്കെ ചങ്ങാടം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ വെള്ളത്തിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും ഇതാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്തോ ഒരു പ്രശ്നങ്ങൾ കാരണം താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഈ ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഫുള്ള് ചെയ്യുന്നത് തമിഴ്നാട് സർക്കാരാണ്. അന്ന് ഇത് ഡാം ഉണ്ടാക്കിയ സമയത്ത് അവരാണ് അതിന് ഡാം ഉണ്ടാക്കുക മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും അതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ്. പക്ഷേ ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ആ 27-28 വർഷം പഴക്കമുള്ള ആ തേക്ക് കാണാനാണ്. ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാം ചുറ്റുപുറം തേക്കാണ്. അധികം നമുക്ക് തേക്കാണ് ഇവിടുത്തെ ഈ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഈ ഇതിൻ്റെ ഒരു അവസാനം നമ്മൾ ഇന്ന് ചെന്നെത്തുന്ന ഇതുപോലെ ഒരു വലിയ ഒരു തേക്ക് 27-28 വർഷം പഴക്കമുള്ള നമ്മളൊരു 3-4 ആളോ പിടിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടറ്റം എത്തുകയുള്ളൂ. അത്രക്കും നല്ല ഒരു ഭംഗിയുള്ളൊരു തേക്ക്. പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര തിരിക്കുന്നവർ മുൻകൂട്ടിയിട്ട് അവിടുത്തെ ഓൺലൈൻ ത്രൂ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് നമ്മൾ തലേന്ന് അവിടെ എത്തി ആ ഗസ്റ്റ് ഹൗസിൽ തങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമുക്ക് വളരെ അധികം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്ര ചെയ്യാൻ നോക്കുക. ഞങ്ങൾ വീണ്ടും അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഇഷ്ടംപോലെ ഗസ്റ്റ് ഹൗസുകൾ അവിടെ ഉണ്ട്. നമുക്ക് ഡാമിൻ്റെ സൈഡിലായിട്ടും അതേപോലെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുള്ള കുറേ ഗസ്റ്റ് ഹൗസുകളുണ്ട്. എന്നിട്ട് അവിടെ ഒരു ദിവസം താമസിച്ച് രാവിലെ അവർ നമ്മളുടെ വീണ്ടും ഈ ട്രക്കിങ്ങിനും അതേപോലെ സഫാരിക്കൊക്കെ കൊണ്ടുപോയി വരുന്നൊരു യാത്രയാണ്. വളരെ ഭംഗി എന്നാണ് ഞങ്ങളുടെ കൂടെ വന്ന ഗസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ മുമ്പേ ബുക്ക് ചെയ്യണം. അതല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ വല്ല ബുക്ക് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്താൽ മാത്രമേ പെട്ടെന്നൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോകുന്നതും. കുറേ മൃഗങ്ങളെ കാണാൻ പറ്റി. അതേപോലെ വളരെ മനോഹരമായ ഒരു ഡാം കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന 3 പേരാണ് ഞങ്ങൾ യാത്ര പോയത്. എൻ്റെ കൂടെ സഫീറും പിന്നെ റഫീഖും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ഈ തേക്ക് 3 ആളും കൂടി പിടിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് എത്തിയില്ല. അത്രക്കും വലിപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറമ്പിക്കുളത്തേക്ക് പോകുമ്പോഴുള്ള വേറൊരു മനോഹരമായ കാഴ്ചയാണ് ഈ 2 സൈഡിലും ഈ പുളിമരം. നമുക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നൽകുന്നത്.
അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേക്ക് നമുക്ക് ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഹൗസ് കിട്ടിയില്ല എന്ന് കരുതി യാത്ര മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെളുപ്പിനെ നമ്മളിവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴാണ് ചെക്ക് പോസ്റ്റ് തുറക്കുക. ആ തുറക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാട്ടിലൂടെയുള്ള യാത്ര ചെയ്ത് തിരിച്ച് നമുക്ക് വരാം. ഗസ്റ്റ് ഹൗസ് കിട്ടിയാൽ ഏറ്റവും മനോഹരമാണ്. നമുക്ക് രാത്രി കുറച്ചും കൂടിയൊക്കെ മൃഗങ്ങളെ കൂടുതൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക, റിപ്ലൈ തരാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, താങ്ക് യു.